കുടുംബശ്രീ സംവിധാനം ലോകത്തിന് മാതൃകയെന്ന മുഖ്യമന്ത്രി. വിവിധ അയൽക്കൂട്ടങ്ങളിലായി 48 ലക്ഷത്തിലേറെ വനിതകൾ അംഗങ്ങളായ കുടുംബശ്രീയുടെ ത്രിതല സംഘടനാ സംവിധാനം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേള തൃത്താല ചാലിശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 13 സംസ്ഥാനങ്ങളിൽ നിന്നായി 300ഓളം സ്റ്റാളുകളുള്ള പ്രദർശനത്തിൽ നിരവധി കലാപരിപാടികളും ദിവസവും അരങ്ങേറും. ജനുവരി 11-നാണ് സമാപനം. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം പദ്ധതികളുടെ വൈപുല്യം കൊണ്ട് കുടുംബശ്രീയെ കൂടുതൽ ചലിപ്പിക്കാൻ കഴിഞ്ഞു. ഭാവനാപൂർണമായ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും സാമ്പത്തിക പിന്തുണ നൽകുന്നതിനും സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. 1998 ആരംഭിച്ച കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകൾ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ബഹുദൂരം മുന്നിലെത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബശ്രീ കെ-ലിഫ്റ്റ് ഉപജീവന ക്യാമ്പയിൻ വഴി ഇതിനകം 3 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകാൻ സാധിച്ചു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം. ഇത് കേരളത്തിന്റെ സമ്പദ്ഘടനയിലും സാമൂഹ്യ പുരോഗതിയിലും വലിയ മാറ്റം കൊണ്ടുവരും. പ്രാദേശിക സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായി സരസ് മേളകൾ മാറുകയാണ്. ഗ്രാമീണ വനിതകൾക്ക് പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള ഓർഡറുകൾ സ്വീകരിക്കാനും ഇത്തരം മേളകൾ വലിയ അവസരമൊരുക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സമൂഹത്തിനുള്ള മതനിരപേക്ഷത കരുത്ത് ഇവിടെ മറ്റു രീതിയിൽ നടപടികൾ സ്വീകരിച്ചാൽ സമൂഹം അത് അംഗീകരിക്കില്ല എന്ന് അവർക്കറിയാം. മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടായാലും സർക്കാർ ഏജൻസികൾ മൗനം പാലിക്കുക, ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് കേരളം നിൽക്കു നിൽക്കുന്നത്. വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലോ, അത്തരം പ്രശ്നമാണെങ്കിൽ കർക്കശമായ നടപടിയായിരിക്കും, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷങ്ങളില്ലാത്തത്. അതുകൊണ്ടാണ് മറ്റു പലയിടത്തും ഇല്ലാത്ത സമാധാനം, ശാന്തി ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത് നാം കാണേണ്ടതുണ്ട്. ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. വർഗീയതയെ ആരെല്ലാം സഹായിക്കുന്നോ അവരെല്ലാം അറിഞ്ഞും അറിയാതെയും ഈ നിലയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് കൂട്ടുചേരുകയാണ്. അപ്പോ ആ ജാഗ്രതാബോധം നമുക്കുണ്ടാകുന്നു. കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായ ചരിത്ര നേട്ടം കൈവരിക്കുന്നതിൽ കുടുംബശ്രീ പ്രവർത്തകർ നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്നും 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ സർക്കാർ ഭൂപരിഷ്കരണത്തോടൊപ്പം കാർഷിക ഉൽപ്പാദനം ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾ ആവിഷ്കരിച്ചതാണ് കേരളത്തിന്റെ ദാരിദ്ര്യ വ്യവസ്ഥ ഇല്ലാതാക്കാൻ അടിത്തറയിട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ സാമ്പത്തിക മുന്നേറ്റം സാധ്യമാക്കിയാൽ മാത്രമേ സമൂഹത്തിന്റെ ആകെ ദാരിദ്ര്യാവസ്ഥ മുറിച്ചുമാറ്റാൻ കഴിയൂ എന്ന് മുമ്പ് നടന്ന പല പഠനങ്ങളിലും വ്യക്തമായിരുന്നു. അന്ന് പല ഭാഗങ്ങളിൽ നിന്നും സംശയങ്ങൾ ഉയർന്നെങ്കിലും സ്ത്രീകളുടെ ഉന്നമനം സമൂഹത്തിന്റെ ആകെ ഉന്നമനമാണെന്ന ബോധ്യത്തോടെയാണ് സർക്കാർ കുടുംബശ്രീക്ക് തുടക്കം കുറിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.